കേരള പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു പോരുന്ന പള്ളിപ്പുറം കോട്ടയിലാണ് നാം ഇപ്പോൾ. ചരിത്രപരമായി ഒരുപാട് പ്രത്യേകതകളുള്ള ഈ കോട്ട എറണാകുളം ജില്ലയിലെ വൈപ്പിൻ പ്രദേശത്താണ്. കേരളത്തെ അറിയുന്നതിന്റെ ഭാഗമായി നടത്തുന്ന യാത്രയിൽ ഞാൻ ഈ പുരാതന കോട്ടയിലും എത്തിയിരിക്കുന്നു. ഇതാണ് പള്ളിപ്പുറം കോട്ട. ഇത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1503 പോർച്ചുഗീസുകാരാണ് ഇവിടെ ഈ കോട്ട നിർമ്മിക്കുന്നത്. യൂറോപ്യന്മാർ ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിച്ച കോട്ടകളിൽ ഒന്നാണ് ഈ പള്ളിപ്പുറം കോട്ട. ഇതൊരു കാവൽ നിലയമായിട്ടാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ആഴിക്കോട്ട എന്നൊക്കെ ഈ കോട്ട അറിയപ്പെടുന്നുണ്ട്. കടലിനോട് ചേർന്ന്, അതായത് ആഴിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ കോട്ടയ്ക്ക് ആഴിക്കോട്ട എന്നൊരു പേര് വരാൻ കാരണം. 1663 ഈ ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയുണ്ടായി. എന്നിട്ട് അവർ ഈ കോട്ട തിരുവിതാംകൂർ രാജ്യത്തിന് വിൽക്കുകയും ചെയ്തു. പിന്നെ ഈ കോട്ട വൈപ്പിൻ ദ്വീപിൻ്റെ വടക്കേ അറ്റത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന നദിക്കടിയിലൂടെ ഒരു തുരങ്കപാതയുണ്ട്. ഇന്ത്യയിൽ യൂറോപ്പുകാർ നിർമ്മിച്ച ഏറ്റവും പഴക്കമുള്ള സൗധം എന്നായിട്ടാണ് എ ഗലറ്റി ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 200ഓളം ഭടന്മാർക്ക് ഇവിടെ താമസിക്കാനും അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം ഈ കോട്ടയിലുണ്ട്. ഹെക്സഗൺ ഷേപ്പിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള കോട്ടകളിൽ കേട് വരാത്ത അപൂർവം ഒരു കോട്ടകളിൽ ഒന്നാണ് പള്ളിപ്പുറം കോട്ട.